ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 22ാമത്തെ ദശകമാണ് തുടങ്ങുകയാണ്. അജാമിളോപാഖ്യാനമാണ്. അജാമിളൻ്റെ കഥ. അജാമിളൻ എന്നാൽ മറ്റാരുമല്ല, നമ്മളൊക്കെ തന്നെയാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ലൗകികമായ വൃത്തികളിലൊക്കെ ഏർപ്പെട്ട് കഴിയുന്ന നമ്മളെപ്പോലെയുള്ളവരുടെ കഥയാണ് അജാമിളൻ്റെ കഥ. ഇവിടെ ഈ അജാമിളൻ്റെ കഥയിലൂടെ നമ്മളെ തന്നെയാണ് ഉദ്ധരിക്കുവാൻ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ശ്രമിച്ചിരിക്കുന്നത്. അത് നമ്മളോടൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു കാരുണ്യമാണ്. നമുക്കറിയാം, ഭാഗവതത്തെ ഒന്ന് ചുരുക്കിയെടുത്ത് കടഞ്ഞെടുത്ത് അതിൻ്റെ സത്ത് മാത്രമായി രചിക്കപ്പെട്ടവയാണ് ശ്രീമൻ നാരായണീയം എന്ന ഗ്രന്ഥം. അതിൽ തന്നെ വേണ്ടപ്പെട്ടവയൊന്നും പ്രധാനപ്പെട്ടവയൊന്നും ഒട്ടും ചോർന്നു പോകാതെ രചിച്ചു എന്ന് പറയുന്നത് വളരെ മികവുറ്റ ഒരു കഴിവാണ് എന്നേ പറയേണ്ടൂ. കാരണം ശ്രീമദ് ഭാഗവതത്തിലെ ഒരു വാക്കുപോലും നമുക്ക് വായിക്കുമ്പോൾ തോന്നും ഉപേക്ഷിക്കാവുന്നതല്ല എന്ന്. അത്രമാത്രം ഭഗവാന്റെ ആ ഒരു മഹത്വം, ചൈതന്യം ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ശ്രീമദ് ഭാഗവതത്തെ ചുരുക്കി ശ്രീമദ് നാരായണീയമായിട്ട് രചിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളവയിൽ ഒന്ന് തന്നെയാണ് ഈ അജാമിളോപാഖ്യാനം എന്ന് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് തോന്നിപ്പിച്ച ഗുരുവായൂരപ്പൻ നമ്മളോട് ചെയ്തത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈ കഥ നമ്മുടെയൊക്കെ കഥയാണ്. നാരായണ എന്ന 4 അക്ഷരത്തിൻ്റെ മഹത്വമാണ് ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ നാരായണ എന്ന 4 അക്ഷരത്തെ നമ്മളൊന്ന് ഓരോ അക്ഷരങ്ങളായി എടുത്തൊന്ന് പരിശോധിച്ചാൽ അതിൽ അടങ്ങുന്നുണ്ട് ആ ശബ്ദത്തിൻ്റെ മഹത്വം. നരനെ രക്ഷിക്കുന്നത് യാതൊരു നകാര ശബ്ദമാണോ അതാണ് നാരായണ. നാരായണ. നരനെ രക്ഷിക്കുന്നത് യാതൊരു നകാര ശബ്ദമാണോ അതാണ് നാരായണ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് തുടക്കം നോക്കിയാൽ നകാരത്തിലാണ്, ഒടുക്കവും നകാരത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കുടികൊള്ളുന്നത്, എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കവും അതേ നാരായണനിൽ തന്നെയാണ്. ആ നാരായണനെ സ്മരിക്കുന്നതിൻ്റെ ഗുണം, അതിൻ്റെ ആ ഒരു മഹത്വം, ആ നാരായണ ശബ്ദം എപ്പോഴൊക്കെ നമ്മൾ ആപൽഘട്ടങ്ങളിൽ എത്തിച്ചേരുമോ, നമ്മൾ ജപിച്ചിട്ടുള്ള ഓരോ നാരായണ ശബ്ദവും നമുക്ക് രക്ഷാകവചമായി വന്ന് നിൽക്കുന്ന സുന്ദരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ അജാമിളോപാഖ്യാനത്തിലൂടെ കാണിച്ചു തരുന്നത്. പലരും ചോദിക്കാറുണ്ട്, എപ്പോഴാണ് നാമം ജപിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ ഇരുന്ന് നാമം ജപിക്കണം, വീട്ടുജോലികളിൽ ഏർപ്പെടുമ്പോൾ നാമം ജപിക്കാമോ, ഔദ്യോഗികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നാമം ജപിക്കാമോ? തിരിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. എപ്പോഴാണ് ഭഗവാനെ സ്മരിക്കാൻ പാടില്ലാത്തത്? കാരണം യാതൊരു നാരായണ ശബ്ദത്തിലാണോ തുടക്കവും ഒടുക്കവും നരൻ്റേത് ഉൾക്കൊള്ളുന്നത്, അതേ നാരായണനിൽ നിന്ന് ഉത്ഭവിച്ച ഈ ജഗത്തിൽ എല്ലായിടവും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ സ്മരിക്കുവാൻ പ്രത്യേകിച്ചൊരു നേരത്തിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ചൊരു ഇരിപ്പിടത്തിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ചൊരു മുഹൂർത്തത്തിൻ്റെയും ആവശ്യമില്ല. വസ്ത്രധാരണം വിഷയമല്ല, എവിടെ ഇരിക്കുന്നു എന്നത് വിഷയമല്ല. എപ്പോഴും സ്മരിച്ചുകൊള്ളൂ ഭഗവാനെ. കാരണം ആ ഭഗവാനിങ്കലാണ് നമ്മളൊക്കെ
ഈ യാത്ര ആരംഭിച്ചതും എത്രയോ കോടാനുകോടി ജന്മങ്ങൾക്ക് മുന്നേ ആരംഭിച്ച ഈ ജീവൻ്റെ പ്രയാണം ആ നാരായണനിൽ നിന്ന് തന്നെയാണ്. ഇനിയും എത്രയോ യാത്രകൾ ഇനിയും ഇരിക്കുന്നുവെന്നറിയില്ല. ഒടുവിൽ വന്ന് ലയിക്കുന്നതും അതേ നാരായണനിലാണ്. അതുകൊണ്ട് തന്നെ ആ നാരായണനിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ വിശ്വം ഒന്നാകെ. അവിടെ നാരായണനില്ലാത്ത ഒരിടം പോലും ഇല്ല എന്നിരിക്കെ, ഒരു നിമിഷം പോലും ഇല്ല എന്നിരിക്കെ, എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും ഭഗവാനെ സ്മരിക്കാവുന്നതാണ്. ആ സ്മരിക്കുന്നതിന് ദേശകാല പരിമിതികളൊന്നും ബാധകമല്ല എന്നറിയുക. നമ്മുടെ ഓരോ കർമ്മവും കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം തന്നെ ആ ഭഗവാനു വേണ്ടിയുള്ള അർച്ചനയായി മാറണമേ, ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് മാറണമേ, ഭഗവാന്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കർമ്മവും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ മോക്ഷം എന്ന് പറയുന്ന. ഈ ഭൂമിയിൽ തന്നെ ഈ പ്രാണൻ ഈ ദേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതാണ്, ഭഗവാനിലേക്ക് സദാ ലയിച്ചു ചേരുന്നതാണ്. ഓരോ കർമ്മത്തിലൂടെയും ഭഗവാനെ കാണുന്നതാണ്. കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് ഈശ്വര വിചാരത്തിൽ സദാ മനസ്സിനെ ചേർത്ത് വയ്ക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ മോക്ഷം. അതിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മൾ വിട്ടുമാറുന്നുവോ, ആ ചിന്ത എപ്പോഴൊക്കെ നമ്മളിൽ ഒന്ന് നേർത്തുപോയിട്ട് മറ്റു പല ചിന്തകൾക്കും പ്രാബല്യമേറുന്നുവോ, അപ്പോൾ നമ്മൾ നരകത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും അതുപോലെ ഒരു ഭക്തൻ ഭഗവാന്റെ നാമജപത്തിൽ മുഴുകിയിരുന്നിരുന്ന, അല്ലെങ്കിൽ അതിനോട് തൽപരനായിരുന്ന, ആ വിചാരത്തിൽ ചേർന്ന് നിന്നിരുന്ന ഒരു ഭക്തൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ ഇല്ല മുൻ ജന്മങ്ങളിൽ നിന്ന് വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വാസനകളുടെ ബലം കൊണ്ടോ എപ്പോഴോ ഒന്ന് വിചാരങ്ങൾ മാറിപ്പോയ ഒരു ഭക്തന് ആ നരകത്തിലേക്ക് അടിക്കടി പതിച്ചുകൊണ്ടിരുന്ന ഈ ഭവസാഗരത്തിൽ അങ്ങനെ മുങ്ങിത്താണ് പോയിക്കൊണ്ടിരുന്ന ഒരു ഭക്തനെ ആ നാരായണ എന്ന ആ 4 അക്ഷരം മുൻപ് ജപിച്ചിട്ടുള്ളതിൻ്റെ ബലം ഒന്നുകൊണ്ട് തന്നെ സാക്ഷാൽ ഭഗവാന്റെ കിങ്കരന്മാർ തന്നെ വന്ന് രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അജാമിളോപാഖ്യാനം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അജാമിളോപാഖ്യാനം എന്ന 22ാം ദശകത്തിൻ്റെ ട്യൂണ് ഏവമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശ്ലോകം, ദശകം 22, അജാമിളോപാഖ്യാനം. അജാമിളോ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. നമുക്ക് ആ ശ്ലോകത്തിലെ അർത്ഥം നോക്കാം. അജാമിളോ നാമ, അജാമിളൻ എന്നു പേരുള്ള മഹീസുര എന്ന് പറഞ്ഞാൽ ഈ മഹീസുരൻ എന്ന് പറഞ്ഞാൽ മഹി എന്നാൽ ഭൂമി, ഈ ഭൂമിയിലെ സുരൻ ദേവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ദേവന്മാരായി കണക്കാക്കപ്പെടുന്നത് ബ്രാഹ്മണരെയാണ്. അപ്പോൾ അജാമിളൻ എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണൻ പുരാ പണ്ട് ചരൻ എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ചരിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആ എങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, എങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ സർവവ്യാപിയായുള്ള ഭഗവാനെ, പണ്ട് അജാമിളൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ എങ്ങനെയാ സഞ്ചരിച്ചു കൊണ്ടിരുന്നതെന്നാണെങ്കിൽ ധർമ്മപഥാൻ ഗൃഹാശ്രമി, ധർമ്മപഥാൻ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ധാർമ്മികനായിക്കൊണ്ടായിരുന്നു ചരിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെ? ഗൃഹാശ്രമി, അദ്ദേഹം ഗൃഹാശ്രമിയായിരുന്നു, ഗൃഹസ്ഥനായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആ ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുമ്പോഴും ധർമ്മമൊട്ടും കൈവിടാതെ
ധാർമ്മികനായി ജീവിച്ചുകൊണ്ടിരുന്നു അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ. അങ്ങനെ ഗുരോർഗിര കാനനമേത്യ ദൃഷ്ടവാൻ. ഗുരോർഗിര, ഗുരോഹോ ഗിര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗുരോർഗിര. ഗുരോ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ, ഗിര എന്ന് പറഞ്ഞാൽ വാക്കുകൾ. അപ്പോൾ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ഗുരു പറഞ്ഞത് അനുസരിക്കാനായിട്ട് ഇവിടെ ഈ അജാമിളൻ എന്ന ബ്രാഹ്മണൻ്റെ ഗുരു തൻ്റെ പിതാവ് തന്നെയായിരുന്നു. അങ്ങനെ തൻ്റെ പിതാവും ഗുരുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേട്ടിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കാനനമേത്യ ദൃഷ്ടവാൻ. കാനനം എന്ന് പറഞ്ഞാൽ കാട്ടിൽ, കാനനമേത്യ ആ വനത്തിലേക്ക് പോയപ്പോൾ ദൃഷ്ടവാൻ എന്ന് പറഞ്ഞാൽ കണ്ടെത്തി അഥവാ കണ്ടു. ആരെ? സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. സുധൃഷ്ടശീലാം എന്ന് പറഞ്ഞാൽ വളരെ സുധൃഷ്ട എന്ന് പറഞ്ഞാൽ തൻ്റെടിയായിട്ടുള്ള, അങ്ങനെ ആ ഒരു തൻ്റെടം, അഥവാ ഇവിടെ ഈ തൻ്റെടം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു അർത്ഥത്തിലല്ല. ഒരു മോശമായ രീതിയിലുള്ള, തൻ്റെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ആരെയും വശീകരിക്കുന്നവളായിട്ടുള്ള, അതിന് ആ ഒരു അങ്ങനെ ഒരു മോശം അർത്ഥത്തിലാണ് ഇവിടെ ആ ഒരു സുധൃഷ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ശീലമാക്കിയവൾ, തൻ്റെ വരുതിയിൽ മറ്റുള്ളവരെ നിർത്തുക, അതിന് മോശമായ രീതിയിലൂടെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ വശീകരിക്കുന്ന രീതിയിലുള്ള, അതിന് ഒട്ടും മടിയില്ലാത്തവളായിട്ടുള്ള, അങ്ങനെയുള്ള അത് ശീലമാക്കിയിട്ടുള്ള കുലടാം എന്ന് പറഞ്ഞാൽ കുലടയായ ഒരു വേശ്യയായിട്ടുള്ള ഒരു സ്ത്രീയെ മദാകുലാം. മദാകുലാം എന്ന് പറഞ്ഞാൽ മതം കൊണ്ട് അങ്ങനെ മതിമറന്ന് നടക്കുന്നവളാണ്. കാരണം ആ ഒരു ശരീരത്തിൻ്റെ വിശപ്പിൽ തൻ്റെ ചുറ്റിനുമുള്ള ലോകത്തിലുള്ളവരെയൊക്കെ വിലക്കെടുക്കുന്ന, അതിനൊട്ടും മടി കാണിക്കാത്ത, അത് ശീലമായിട്ടുള്ള വേശ്യയായ ഒരു സ്ത്രീയെ ആ കാട്ടിൽ വെച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. അപ്പോൾ അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ തൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് പോയി എന്തിനു വേണ്ടിയിട്ട്? ദർഭകളും പൂക്കളും പഴങ്ങളും അങ്ങനെയുള്ള ദ്രവ്യങ്ങളൊക്കെ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു വേശ്യ സ്ത്രീയെ കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടുമുട്ടുന്നു. പക്ഷേ ഈ അജാമിളൻ്റെ പൂർവവൃത്താന്തം കൂടി ആ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ ഒരു 2 വരിയിൽ, 2 വാക്കുകളിൽ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പൂർണ്ണമായും അങ്ങോട്ട് ഉൾക്കൊള്ളിച്ചു. എന്താ? ധർമ്മപഥാൻ ഗൃഹാശ്രമി. ഗൃഹാശ്രമിയായി ഇരുന്നിട്ടും ധർമ്മത്തിൻ്റെ പാതയിൽ നിന്നും ഒട്ടും വ്യതിചലിച്ചിരുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ ആ ബ്രാഹ്മണ ധർമ്മം എന്ന് പറയുന്നത് തന്നെ സദാ ഭഗവാനെ സേവ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്നും, ഭഗവാന്റെ സ്മരണയിൽ നിന്നും വിട്ട ആ ബ്രാഹ്മണൻ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൃഹാശ്രമിയായി കഴിയുമ്പോൾ പല കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും ഉള്ളിൽ ഭഗവത് വിചാരം അങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. ആ വിചാരത്തിൽ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ, തൻ്റെ പ്രാരബ്ധമനുസരിച്ച് തന്നിലേക്ക് വന്നു ചേരുന്ന ആശ്രമങ്ങൾ തന്നോട് നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവത് വിചാരത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോയില്ല. അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിയായി ഇരിക്കുമ്പോഴും മറ്റു പല കർമ്മങ്ങൾക്കും തന്നെ അടിയറവ് വെച്ചില്ല. ഭഗവത് വിചാരത്തിൽ അപ്പോഴും മനസ്സിനെ ചേർത്ത് വെച്ചിരുന്ന ധാർമ്മികനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളൻ എന്ന് ആദ്യമേ പറഞ്ഞത്. അതിൻ്റെ മഹത്വം എന്താണെന്നാണ് ആ ഒരു കുറച്ച് കാലം, അല്ലെങ്കിൽ അത്ര കാലവും ആ ഗുരുവിൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ജീവിച്ച ധാർമ്മികനായ ഒരു ഗൃഹസ്ഥന ആ ഈശ്വര വിചാരം വിടാതെ ഇരുന്ന ഒരു ഗൃഹസ്ഥൻ എപ്പോഴെങ്കിലും കാലിടറിയാൽ പോലും അവിടെ ഭഗവാൻ ഉണ്ടാകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ആ പൂർവ്വചരിത്രം അങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു, 2 വാക്കുകളിൽ തന്നെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
അജാമിളോ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീം ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മഹീസുരഃ, അവിടെ ഒരു വിസർഗമുണ്ട്. അതുപോലെ ധർമ്മപഥാൻ ഗൃഹാശ്രമി, ധർമ്മപഥാൻ രണ്ടിടത്തും ഹരാക്ഷരമാണ്. ഒന്ന് കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. കുലടാം പലപ്പോഴും നമ്മൾ ഡായാണ് പറയുക. എൻ്റെ ഗുരു പറയാറുണ്ട് ഡായല്ല, അത് ടാ എന്ന് തന്നെ വായിക്കണം. കുലടാം മദാകുലാം, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. സ്വതഃ പ്രശാന്തോപി തഥാ ഹൃദാശയഃ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേരതിം. ഇവിടെ ധർമ്മിഷ്ഠനായിരുന്നിട്ടു കൂടി ഒരു നിമിഷം ദുഷ്ടസംസർഗമുണ്ടായപ്പോൾ, ദുർസംസർഗമുണ്ടായപ്പോൾ എങ്ങനെയാണ് ആ അജാമിളൻ എന്ന ബ്രാഹ്മണന് കാലിടറിപ്പോയത് എന്നാണ് പറയുന്നത്. എത്ര ശുദ്ധമായ ശരീരത്തോടു കൂടി നടന്നാലും ഒരു നിമിഷം നമ്മളൊന്ന് ചെളിവെള്ളത്തിൽ ചവിട്ടിയാൽ, ഉടനെ കരയ്ക്ക് കയറിയാൽ പോലും ആ സ്പർശം, ആ സംസർഗം ഉണ്ടാവുമ്പോൾ തന്നെ കാലിൽ ചെളി പുരളുന്നതുപോലെ. നോക്കൂ, ഇവിടെ ഒന്ന് കണ്ടുമുട്ടി എന്ന് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു. ആ കണ്ടുമുട്ടൽ പോലും ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രമാത്രം ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എപ്പോഴും സജ്ജന സംസർഗത്തേക്കാൾ കൂടുതൽ ദുർജന സംസർഗത്തിനാണ് മറ്റുള്ളവരിൽ അതിൻ്റെ പ്രഭാവമേൽപ്പിക്കാൻ കഴിയുന്നത്. സജ്ജന സംസർഗം കൊണ്ട് ഒരു വ്യക്തിയിലുണ്ടാവുന്ന പ്രഭാവം, അല്ലെങ്കിൽ ആ ഒരു സജ്ജന സംസർഗത്തിന് മറ്റുള്ളവരിൽ എത്രമാത്രം അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ കഴിയുമോ അതിൻ്റെ 10 മടങ്ങ് ഒരു ദുർജന സംസർഗം കൊണ്ട് ഒരു വ്യക്തിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് ഇവിടെ. സ്വതഃ പ്രശാന്തോപി, സ്വതഃ എന്ന് പറഞ്ഞാൽ പൊതുവെ, സ്വതവേ, പ്രശാന്തോപി, പ്രശാന്തഃ അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രശാന്തോപി. പ്രശാന്ത എന്ന് പറഞ്ഞാൽ വളരെ ശാന്ത സ്വഭാവനാണെങ്കിലും സൗമ്യ സ്വഭാവിയാണെങ്കിൽ പോലും അത് മറ്റൊരു തരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠനായിരുന്നിട്ടു കൂടി തഥാഹൃദാശയ എന്ന് പറഞ്ഞാൽ അവളാൽ, ആ വേശ്യയാൽ വശീകൃതനായിത്തീർന്നു. തഥാഹൃദാശയ, അങ്ങോട്ട് വശീകൃതനായിപ്പോയി. അത് ആ സ്ത്രീയുടെ ഗുണവും തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ അതുകൊണ്ട് തന്നെ ആദ്യമേ പറഞ്ഞു വെച്ചു. സുധൃഷ്ടശീലാം, എങ്ങനെയുള്ള കുലടയാണ്? സുധൃഷ്ടശീലാം, ആരെയും വശീകരിച്ച് തൻ്റെ വരുതിയിൽ നിർത്തുന്നത് ശീലമാക്കിയിട്ടുള്ളവൾ. അത് നിമിത്തം അഹങ്കാരവുമായി നടക്കുന്നവൾ. മദാകുലാം, അതാണ് തൻ്റെ കേമത്വം എന്ന് കരുതുന്നവൾ. അങ്ങനെയുള്ള ആ വേശ്യാസ്ത്രീയാൽ അങ്ങോട്ട് വശീകൃതനായി തീർന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്വധർമ്മം ഉത്സൃജ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. സ്വധർമ്മമുത്സൃജ്യ, സ്വധർമ്മം എന്ന് പറഞ്ഞാൽ തൻ്റെ ധർമ്മം എന്തായിരുന്നോ, താൻ ഇത്രയും നാളും ചരിച്ചിരുന്ന ധർമ്മത്തിൻ്റെ മാർഗം, ആ ബ്രാഹ്മണ ധർമ്മമൊക്കെ ഉത്സൃജ്യ, അതെല്ലാം ഉപേക്ഷിച്ചു, കൈവിട്ടുപോയി. എന്നിട്ട്
തയാ സമാരമൻ. തയാ എന്ന് പറഞ്ഞാൽ അവളോട് കൂടി, ആ വേശ്യസ്ത്രീയോട് കൂടി സമാരമൻ, സമ ആരമൻ, സമ തയാ സമ അവളോട് കൂടിയിട്ട് ആരമൻ രമിക്കാൻ തുടങ്ങി, രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അധർമ്മകാരി. അപ്പോൾ ധർമ്മിഷ്ഠനായിരുന്ന ആ അജാമിളൻ എന്ന ബ്രാഹ്മണൻ അതിനുശേഷം എന്തായി മാറി? അധർമ്മകാരി. തൻ്റെ ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ, കൈവിട്ടുപോയപ്പോൾ സ്വാഭാവികമായും ഈശ്വര വിചാരമെല്ലാം പോയി ആ ഒരു ലൗകികതയിൽ മതിമറന്ന് അധർമ്മകാരിയായി ഭവിച്ചു. ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേ രതിം. ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേ രതിം. ദശമീ ഭവൻ എന്ന് പറഞ്ഞാൽ ആ അജാമിളൻ എന്ന ബ്രാഹ്മണന് 10 പുത്രന്മാരുണ്ടായി. ആ 10 പുത്രന്മാരിൽ പുനർദധൗ ഭവന്നാമയുതേ സുതേ രതിം. പുനഃ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ 10 പുത്രന്മാരിൽ ഭവന്നാമയുതേ, ആ 10ാമത്തെ പുത്രന്, 10 പുത്രന്മാരായപ്പോഴേക്കും ഏകദേശം വാർദ്ധക്യത്തിലേക്ക് അടുത്തിരുന്നു, വാർദ്ധക്യത്തിലേക്ക് കടന്നിരുന്നു ആ അജാമിളൻ എന്ന ബ്രാഹ്മണൻ. അപ്പോഴാണ് താൻ കൈവിട്ട് കളഞ്ഞ, താൻ കുറച്ചു കാലമായി, തൻ്റെ കുറച്ച് കാലമായുള്ള ജീവിതം എത്രമാത്രം തനിക്ക് കൽപ്പിച്ചിട്ടുള്ള ആ ധർമ്മത്തിൽ നിന്നും, ധർമ്മപഥത്തിൽ നിന്നും താൻ വ്യതിചലിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത്. ഈ 10 പുത്രന്മാരുണ്ടായതിൽ ഏറ്റവും ഇളയ പുത്രനായപ്പോഴേക്കും ഈ ഒരു വീണ്ടു വിചാരം തന്നിൽ ഉടലെടുത്തുവെങ്കിലും അപ്പോഴേക്കും വാർദ്ധക്യം തൻ്റെ ശരീരത്തെ തളർത്തിയിരുന്നു. തന്നെയല്ല, ഈ കുലട തന്നിൽ പിടിമുറുക്കുകയും ചെയ്തിരിക്കും. തനിക്കിനിയും അതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല എന്ന് ഉറപ്പായി. താൻ എങ്ങനെ തിരികെ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങും? തനിക്ക് ആരോഗ്യമില്ല, ഒക്കെ നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നിരുന്നാലും ആ സമയത്ത് തൻ്റെ ഉള്ളിൽ ഒരു സ്മരണയുണ്ടായി. ആ ഭഗവത് സ്മരണ ഉണ്ടായതുകൊണ്ട് 10ാമത്തെ പുത്രന് അദ്ദേഹം നാരായണൻ എന്ന് പേരിട്ടു. അങ്ങനെ ആ 10ാമത്തെ പുത്രനായപ്പോൾ തനിക്ക് തൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരികയും താൻ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത സമയത്ത് ഭവന്നാമയുതേ സുതേ, ഭവന്നാമയുതേ അങ്ങയുടെ നാമത്തോടു കൂടിയിട്ടുള്ള സുതേ പുത്രനോട് രതിം ദധൗ. രതി എന്ന് പറഞ്ഞാൽ താല്പര്യം, കൂടുതൽ ഇഷ്ടം. ദധൗ അങ്ങനെയുള്ളവനായി തീർന്നു. അപ്പോൾ അജാമിളൻ എന്ന ബ്രാഹ്മണൻ ആ വേശ്യാസ്ത്രീക്ക് അടിമപ്പെട്ടുകൊണ്ട് കുറേ കാലം തൻ്റെ ധർമ്മപഥത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ച് അധർമ്മത്തിൻ്റെ പാതയിലൂടെ ചരിച്ച് ഒടുവിൽ ആ ഒരു കാലഘട്ടത്തിൽ, ആ കുലടയോടൊപ്പം രമിച്ചു കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഭഗവാനെക്കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ പോയി. അങ്ങനെ ആ കാലഘട്ടത്തിൽ 10 പുത്രന്മാരുണ്ടായി. 10ാമത്തെ പുത്രനായപ്പോഴേക്കും തൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ഒരു കൃപ കൊണ്ട് ഒരു വെളിച്ചം വീശി. തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും വാർദ്ധക്യം ശരീരത്തെ തളർത്തിയിരുന്നത് കൊണ്ട് തനിക്കിനിയും തിരികെ തൻ്റെ ഇല്ലത്തിലേക്ക് മടങ്ങുക സാധ്യമല്ല എന്ന് മനസ്സിലായി. എന്നിരുന്നാലും ഈ ഒരു വൈകിയ വേളയിലെങ്കിലും ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവത് സ്മൃതി ഉണ്ടായതുകൊണ്ട് 10ാമത്തെ പുത്രന് ഭഗവാന്റെ നാമധേയം തന്നെ കൽപ്പിച്ചു, നാരായണ. ആ നാരായണൻ എന്നു പേരുള്ള ആ 10ാമത്തെ പുത്രനോട് അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ഒരു ഇഷ്ടക്കൂടുതൽ, താല്പര്യക്കൂടുതൽ അതുകൊണ്ട് ആ ബ്രാഹ്മണനുണ്ടായി. താൻ ഇന്നും ജപിച്ചിരുന്നത് യാതൊരു നാമമാണോ, യാതൊരു 4 അക്ഷരത്തിലായിരുന്നോ താൻ തൻ്റെ ജീവിതധർമ്മത്തെ നിലനിർത്തിയിരുന്നത്? ഇടയ്ക്ക് കൈവിട്ടുപോയ, നാവ് ജപിക്കുവാൻ മറന്നുപോയ ആ 4 അക്ഷരം ഒടുവിൽ കാലങ്ങൾക്കിപ്പുറം തൻ്റെ പുത്രൻ്റെ നാമധേയത്തിലൂടെ വീണ്ടും ഉരുവിടാൻ അവസരം ലഭിച്ചപ്പോൾ ആ പുത്രനെ തന്നെ സദാ വിളിക്കുകയും സദാ ആ പുത്രൻ്റെ നാമധേയം
വിളിക്കുന്നതിലൂടെ ഭഗവാനെ സ്മരിക്കുകയും ചെയ്യാൻ ആ പുത്രനോടൊരു പ്രത്യേക താല്പര്യം അതുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണന് ഉണ്ടായി. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്വതഃ പ്രശാന്തോപി തഥാ ഹൃതാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർദധൗ ഭവന്നാമയുതേ സുതേരതിം. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്വതഃ അവിടെ ഒരു വിസർഗമുണ്ട്, അതേപോലെ പ്രശാന്തോപി അവിടെ ഓകാരം നീട്ടിയെടുക്കുക ഒരു വിശ്ലേഷണമുണ്ട്. പിന്നെ ചില ഗ്രന്ഥങ്ങളിലെ പാഠഭേദം ഇനിയുള്ളതിൽ വരുന്നു. തഥാ ഹൃതാശയ അവിടെ ചില ഗ്രന്ഥങ്ങളിൽ വിസർഗം കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുകയാണെങ്കിൽ അവിടെ പകുതി ഹകാരത്തിൽ വായിക്കുക. ചില ഗ്രന്ഥങ്ങളിൽ തഥാ ഹൃതാശയ സ്വധർമ്മമുത്സൃജ്യ അത് ചേർത്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ കൂട്ടക്ഷരമായിരിക്കും. സ്വധർമ്മം അവിടെ സ കൂട്ടക്ഷരമായിട്ട് വരും. അപ്പോൾ സ ഒന്ന് കട്ടിയിൽ വായിക്കുക. അതേപോലെ സ്വധർമ്മമുത്സൃജ്യ ഉത്സൃജ്യാണ്, അതുകൊണ്ട് സ്വധർമ്മം കഴിഞ്ഞു വരുന്ന മായ്ക്ക് സ്വധർമ്മമുത്സൃജ്യ അവിടെ മായ്ക്ക് ഉകാരം കൊടുത്തു തന്നെ വായിക്കുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ വരിയിൽ വരുമ്പോഴും അധർമ്മകാരി ദശമി ഭവൻ പുനർദധൗ അവിടെ ഒന്നുകില പുനഃ എന്ന് പറഞ്ഞ് വിസർഗമായിരിക്കും. എനിക്ക് തോന്നുന്നു മിക്ക ഗ്രന്ഥങ്ങളിലും പുനർദധൗ ദ താഴെ കൂട്ടക്ഷരമായിരിക്കും. അങ്ങനെ കൂട്ടക്ഷരം കട്ടിയിൽ വായിക്കാൻ കട്ടിയിൽ വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുകളിൽ പുനഃ എന്ന് കൊടുത്ത് വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. മൂന്നാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.